Hi children, welcome to social science class. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു, അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പീലീസ് വില്ലേജ് എന്നായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇതിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്നാണ്. ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ജോലി അല്ലെങ്കിൽ തൊഴിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി, വൈവിധ്യം. സോ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്, തൊഴിൽ വൈവിധ്യങ്ങൾ, പലതരത്തിലുള്ള ജോലികൾ, പലതരത്തിലുള്ള തൊഴിലുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ഒരുപാട് തരത്തിലുള്ള ജോലികളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു ഹെഡിങ് ആണ് ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നല്ല രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കീർത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. കീർത്തീസ് പാരൻസ് ഗിവ് ഹെർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദി ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അതായത് കീർത്തി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ചെടി നനയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിന് പ്രതിഫലമായിട്ട് പാരൻസ് ആ കുട്ടിയെ കൊടുത്തത് എന്താണ്, എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോഫീസ് എന്ന്. ടോഫീസ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സ്വീറ്റ്സ് എന്നുള്ള അർത്ഥമാണ്, മിഠായി അല്ലെങ്കിൽ മധുരം എന്നുള്ള അർത്ഥമാണ്. സോ കീർത്തീസ് പാരൻസ് ഗീവ് ഹെർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദി ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അതായത് വീട്ടിലെ ചെടിയൊക്കെ കൃത്യമായിട്ട് നനയ്ക്കുന്നത് കൊണ്ട്, എല്ലാ ദിവസവും വീട്ടിലുള്ള പൂന്തോട്ടം കൃത്യമായി നനയ്ക്കുന്നതിന് കീർത്തിയുടെ പാരൻസ് എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു പിന്നെ സ്വീറ്റ്സ് അല്ലെങ്കിൽ മിഠായി സമാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പാരൻസിനോട് ഞാനും ചെടി നനയ്ക്കാറുണ്ട്, എനിക്ക് മിഠായി വേണമെന്ന് പറയാൻ നിൽക്കണ്ട. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ ചെടി നനയ്ക്കുന്നതിനൊക്കെ മിഠായി വേണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. കീർത്തിയുടെ പാരൻസ് കീർത്തിക്ക് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, മിഠായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കുട്ടിയുടെ ചിത്രം താഴെ കാണാം. തേജസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്താണ് തേജസ് ചെയ്യുന്നത്? തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിങ് ദി ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. ഇവിടെ തേജസിൻ്റെ പിന്നെ പാരൻസ് തേജസിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. തേജസിൻ്റെ പാരൻസ് തേജസ്സിന് കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റോറി ബുക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് തേജസ് വീട്ടിലെ ഡ്രസ്സൊക്കെ വളരെ വൃത്തിയിൽ മടക്കി വെക്കുന്നുണ്ട്, വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് പിന്നെ ഒരു സമ്മാനം എന്നോണം ആ കുട്ടിക്ക് പാരൻസ് കൊടുക്കുന്നത് എന്താണ്, ഒരു സ്റ്റോറി ബുക്കാണ്, അല്ലെ, ഒരു കഥാപുസ്തകമാണ് കൊടുക്കുന്നത്. സോ തേജസ് ഇസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിങ് ദി ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ പിന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ, തുണികളൊക്കെ കൃത്യതയോടെ മടക്കി വെക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും ഒരു സ്റ്റോറി ബുക്ക്, കഥാപുസ്തകമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹാവ് യു നോട്ടീസ്ഡ് ദി പിക്ചേഴ്സ് ഗിവൻ അബവ്? ഈ 2 ചിത്രങ്ങളും നിങ്ങൾ നോക്കിയല്ലോ. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദി ഗാർഡൻ? പൂന്തോട്ടം നനച്ചതിന് അല്ലെങ്കിൽ ചെടി നനച്ചതിന് കീർത്തിക്ക് എന്താണ് സമ്മാനമായി കിട്ടിയതെന്നാണ്. നിങ്ങൾ പിന്നെ മനസ്സ് പറയാ, എന്താണ് സമ്മാനമായി കിട്ടിയത്? കീർത്തിക്ക് എന്താണ് കീർത്തിയുടെ പാരൻസ് സമ്മാനമായി കൊടുത്തത്? ഓക്കെ, കീർത്തിയുടെ പാരൻസ് സമ്മാനമായി കൊടുത്തത് ടോഫീസ് ആണ്, അല്ലേ? ടോഫീസ് ആണ്. എന്താ ടോഫീസ് എന്ന് വെച്ചാൽ സ്വീറ്റ്സ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ടോഫീസ് ആണ് സമ്മാനമായി കൊടുത്തിട്ടുള്ളത്. അതേപോലെ അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം അടുത്ത ചോദ്യം. ഹൗ ഡിഡ് തേജസ് പാരൻസ് അപ്രീഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിങ് ക്ലോത്ത്സ്? ഈ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചതിന് തേജസിൻ്റെ പാരൻസ് എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത്? തേജസ്സിന് എന്ത് സമ്മാനം കൊടുത്തതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേജസ്സിന് എന്ത് സമ്മാനം കൊടുത്തത് നിങ്ങൾക്കറിയാലോ. തേജസ്സിന് കീർത്തിക്ക് മിഠായിയാണ് കിട്ടിയതെങ്കിൽ തേജസ്സിന് കിട്ടിയത് എന്തായിരുന്നു? അതെ, സ്റ്റോറി ബുക്കാണ്, അല്ലേ? അപ്പോൾ നമുക്കവിടെ എന്ത് പറയാം, തേജസിൻ്റെ പാരൻസ് എന്താ ചെയ്തത്? ബൈ ഗിഫ്റ്റിംഗ് എ സ്റ്റോറി ബുക്ക്, അല്ലേ? ഒരു സ്റ്റോറി ബുക്ക് കൊടുത്തുകൊണ്ടാണ്, ബൈ ഗിഫ്റ്റിംഗ് എ സ്റ്റോറി ബുക്കാണ് കേട്ടോ, ഒരു സ്റ്റോറി ബുക്ക്.
സ്ക്രീനിൽ എഴുതുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്റ്റോറി ബുക്കാണ് ഇവിടെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തേജസിന് കിട്ടിയത് എന്താണ്? ഒരു സ്റ്റോറി ബുക്കാണ്. അതേപോലെ തന്നെ കീർത്തിക്ക് കിട്ടിയത് ടോഫീസ് ആണ്, അല്ലെങ്കിൽ സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രൂപത്തിലെ രണ്ട് കുട്ടികളെ പാരൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്ത ഒരു വർക്കിന് ചെറിയൊരു സമ്മാനം എന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താഴേതാ മറ്റൊരു ചോദ്യം. എന്താ ചോദ്യം? വാട്ട് ഡു ദി എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദി വർക്ക് ദേ ഡു? നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടാവുമല്ലോ, നിങ്ങളുടെ പാരൻസ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ പിന്നെ ചേട്ടന്മാരോ ഏച്ചിമാരോ ഇക്കാക്കമാരോ ഇത്താത്തമാരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇങ്ങനെ എൽഡേഴ്സ്, മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി അവർക്ക് എന്താണ് ലഭിക്കുന്നത്? വാട്ട് ഡു ദി എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദി വർക്ക് ദേ ഡു? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ, ജോലിയുള്ള ആളുകൾ ചെയ്യുന്ന ജോലിക്ക് പകരമായി അവർക്ക് തിരിച്ചെന്താ കിട്ടുക? അതെ, നിങ്ങൾക്കറിയാം, ഒരു ജോലി ചെയ്താൽ അതിനെന്താ കിട്ടുക? അതിന് വരുമാനം കിട്ടും, അതിന് ശമ്പളം കിട്ടും, അതിന് കൂലി കിട്ടും, അല്ലേ? തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ അടുത്ത ഹെഡിങ് ഇൻകം, വരുമാനം. അപ്പോൾ ജോലി ചെയ്താൽ ആ ജോലിക്ക് പ്രതിഫലം നമുക്ക് കിട്ടും, അതാണല്ലോ ഇൻകം. അപ്പോൾ ആ ഇൻകമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം എന്ന് വെച്ചാൽ വരുമാനം എന്നാണ് അർത്ഥം കേട്ടോ. വരുമാനം. ഇൻകം എന്ന് വെച്ചാൽ വരുമാനം എന്നാണ് അർത്ഥം. അപ്പം താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി ഇമേജസ്. നിങ്ങൾ നോക്കാം, ഒബ്സർവ് ദി ഇമേജസ്. ആദ്യത്തെ ഇമേജ് നോക്കിക്കോളൂ. എന്താ ആദ്യത്തെ ഇമേജിന്റെ പ്രത്യേകത? അതെ, അതൊരു ക്ലാസ് റൂമാണ്, ഒരു ടീച്ചറെ ക്ലാസ് എടുക്കുന്നു, അല്ലേ? രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാം ഒരു മാർക്കറ്റ് പോലെയാണ്. അവിടെ ട്രേഡ്, കച്ചവടം നടക്കുന്നുണ്ട്. ട്രേഡാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. വിൽക്കുന്ന ഒരാളുണ്ട്, ഒരു സെല്ലറുണ്ട്, ഒരു ബയർ ഉണ്ട്, അല്ലെ, വാങ്ങുന്ന ആളുണ്ട്. അതേപോലെ അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ കുറച്ച് പേര് ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കുകയാണ്, ക്യാരംസ് കളിക്കുകയാണ്. അടുത്ത പിക്ചർ ആണെങ്കിലോ, അതെ, ഒരു ഹോസ്പിറ്റലിലുള്ള പിക്ചറാണ്. ഡോക്ടറും നഴ്സും പേഷ്യൻ്റും ഒക്കെ അവിടെയുണ്ട്. അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ വീണ്ടും കുട്ടികളാണ്. കളറിങ് അല്ലെങ്കിൽ ഡ്രോയിങ് അവിടെ ആണ് നടക്കുന്നത്. ചിത്രം വരയ്ക്കുകയോ കളർ കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അടുത്ത പിക്ചറും കുട്ടികൾ തന്നെയാണ്. അവർ എന്ത് കളിക്കുകയാണ്? ദേ പ്ലേയിങ് വോളിബോൾ, അല്ലേ? അവർ വോളിബോൾ കളിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു 6 ചിത്രങ്ങൾ, ഒരു 6 ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രങ്ങൾ നമ്മൾ നോക്കി, ചിത്രങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി താഴെ ചെറിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം കൃത്യമായിട്ട് നമുക്ക് വായിക്കാം. എന്തൊക്കെയാ ചോദ്യങ്ങൾ? ശ്രദ്ധിക്കാം. ഹോപ്പ് യു ഹാവ് ഒബ്സർവ്ഡ്. എന്താണ്? Hope you have observed the pictures of people involved in different activities. അല്ലേ? അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പല പല ഏർപ്പാടുകളിൽ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. വിച്ച് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ് ഇൻ? ഈ ചിത്രത്തിൽ ഓരോരുത്തരും, കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ ഓരോരുത്തരും എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്? വിച്ച് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ് ഇൻ? ഓക്കെ, ഓരോരുത്തരും ഏർപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ പ്രവർത്തികളിലാണ്? ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ട്രേഡ് എന്നുള്ള എക്സാമ്പിളാണ്, അല്ലേ? കൊടുത്തിട്ടുള്ള ഏതാണ്? ട്രേഡ് ആണ്. ഓക്കെ, ട്രേഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്നുകൂടി ആ ചിത്രങ്ങൾ നോക്കുക. ചിത്രങ്ങൾ നോക്കിയിട്ട് ഓക്കെ, ഈ ട്രേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഏതാണ്? ഒന്നാമത്തെ ട്രേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി തൊട്ടടുത്തുള്ള ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത എന്താ? നേരത്തെ പറഞ്ഞു, ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? ആക്ടിവിറ്റി നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ട്രേഡ് ആണെങ്കിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് എന്ത് എഴുതാം? ടീച്ചിങ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എന്താണ്? ടീച്ചിങ് ആണ് കേട്ടോ. രണ്ടാമത്തേത് ടീച്ചിങ് ആണ്. അതേപോലെ നേരെ നമ്മൾ അടുത്ത ചിത്രത്തിലേക്ക് നോക്കുക. അടുത്ത ചിത്രം എന്താ? നിങ്ങൾ പറയാം. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, കുട്ടികൾ എന്ത് കളിക്കുകയാണ്? ക്യാരംസ് കളിക്കുകയാണ്, ക്യാരം ബോർഡ് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. എന്തെഴുതാം? ദേ പ്ലേയിങ് ക്യാരംസ്, അല്ലേ? ദേ പ്ലേയിങ് ക്യാരം ബോർഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് എഴുതുന്നില്ല, എഴുതാനുള്ള സ്പേസ് ഇല്ല. സ്ക്രീനിൽ എഴുതുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാരം ബോർഡ് എന്ന് മാത്രം മെൻഷൻ ചെയ്യാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് എഴുതുക? ദേ പ്ലേയിങ്
ക്യാരം ബോർഡ് എന്ന് എഴുതാം. ഓക്കെ, പ്ലേയിങ് ക്യാരം ബോർഡ്. ക്യാരം ബോർഡിന്റെ സ്പെല്ലിങ് CARROM കേട്ടോ. ക്യാരംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാരം ബോർഡ് എന്നാണ്. ക്യാരം ബോർഡ്. ഓക്കെ, ഞാൻ ക്യാരം ബോർഡിന്റെ ഫുള്ളായിട്ട് എഴുതാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ക്യാരം ബോർഡ് എന്നാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? അടുത്ത ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, കുട്ടികൾ ചിത്രം വരയ്ക്കാണ്, ഡ്രോയിങ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഡ്രോയിങ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറിങ് എന്നോ കൊടുക്കാം. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യാണ്? ഡ്രോയിങ് അല്ലെങ്കിൽ കളറിങ് കേട്ടോ. അപ്പോൾ ഡ്രോയിങ് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഡ്രോയിങ് ആണ് അടുത്ത ചിത്രം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ അല്ല, പിന്നെ ഈ ഒരു ആക്ടിവിറ്റി എന്താണ്? ഈ ഒരു പ്രവർത്തനം എന്താണ്? ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ എന്താ ചെയ്യുന്നത്? നമുക്ക് രണ്ട് രൂപത്തിൽ പറയാം. ഒന്നുകിൽ പ്രൊവൈഡിങ് ട്രീറ്റ്മെൻറ്റ് അല്ലേ, ചികിത്സ നൽകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയാം. ഓക്കെ, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനം എന്നൊക്കെ പറയാം. അപ്പോൾ കുറച്ചും കൂടി എഴുതാനുള്ള എളുപ്പത്തിനാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ ആയിരിക്കും നന്നാവുക. പ്രൊവൈഡിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയാം കേട്ടോ. ഹെൽത്ത് കെയർ. ഓക്കെ, അവസാനം ഈ ആണ് ഹെൽത്ത് കെയർ. ഇനി മറ്റൊന്ന്, ഏറ്റവും അവസാനത്തത് കുട്ടികൾ വോളിബോൾ കളിക്കുകയാണ്. സോ നമുക്ക് എന്ത് പറയാം? പ്ലേയിങ് വോളിബോൾ അല്ലേ. പ്ലേയിങ് വോളിബോൾ. വോളിബോൾ ആണ്. ഇവിടെ സ്പെല്ലിങ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. VOLL. ഓക്കെ, വോളിബോൾ എന്നാണ്. അപ്പോൾ പ്ലേയിങ് വോളിബോൾ. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചിത്രത്തിൽ നമ്മൾ കണ്ടത്? ട്രേഡ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, പ്ലേയിങ് ക്യാരംസ് ഉണ്ട്, ക്യാരം ബോർഡ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, പ്ലേയിങ് വോളിബോൾ ഉണ്ട് അല്ലേ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 6 ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം താഴെയുണ്ട്. വിച്ച് among these, ചോദ്യം എന്താണ്? ഓക്കെ, which among these activities are rewarded in the form of money? അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 6 ആക്ടിവിറ്റീസിൽ ഏതിനൊക്കെയാണ് പണം കിട്ടുക, പ്രതിഫലമായിട്ട് പണം കിട്ടുന്നത്, പ്രതിഫലമായിട്ട് പൈസ കിട്ടുന്നത്, ക്യാഷ് കിട്ടുന്നത് ഈ 6 എണ്ണത്തിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ്? എക്സാമ്പിൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടീച്ചിങ് ആണ്. സ്വാഭാവികമായിട്ടും ഈ മുകളിൽ കാണുന്ന 6 ആക്ടിവിറ്റീസിൽ നമുക്ക് പണം കിട്ടുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അടുത്ത ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ? അടുത്ത ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. നമുക്ക് ക്യാരംസ് കളിച്ചാൽ പൈസ കിട്ടൂല. വോളിബോൾ കളിച്ചാൽ അത് നമുക്ക് പൈസക്ക് വേണ്ടി കളിക്കുന്നതല്ല. ഡ്രോയിങ് എന്ന് പറയുന്നത് പൈസക്ക് വേണ്ടി കളിക്കുന്നതല്ല. ഹെൽത്ത് കെയർ, ആശുപത്രി, ചികിത്സ, ഡോക്ടേഴ്സിനും നഴ്സിനും ഒക്കെ പ്രതിഫലം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടീച്ചിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് പറയാം? അടുത്തത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ സ്ഥലം ഇവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ ചെയ്ത ഹെൽത്ത് കെയർ എന്ന് പറയാം കേട്ടോ. ഹെൽത്ത് കെയർ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ഏതാണ്? ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ. ഓക്കെ, പ്രതിഫലം കിട്ടുന്നതാണ്. അതേപോലെ മറ്റൊന്ന്, ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ട്രേഡ്, കച്ചവടത്തിൽ പ്രതിഫലം കിട്ടല്ലോ. ഒരാൾ സാധനം വെക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? അയാൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹെൽത്ത് കെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാം? ട്രേഡ് പറയാം കേട്ടോ. ട്രേഡ്. ഓക്കെ, പിന്നെ വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്? ഇതിൽ പിന്നെ പ്രതിഫലം അല്ലാണ്ട്, പൈസ അല്ലാണ്ട് ഗിഫ്റ്റ് കിട്ടുന്ന, സമ്മാനങ്ങൾ കിട്ടുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 6 എണ്ണത്തിൽ ട്രേഡ് നമ്മൾ പറഞ്ഞു, അവിടെ ഇൻകമാണ് കിട്ടും, മണി ആയിട്ട്, ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. ടീച്ചിങ്ങിനും അങ്ങനെയാണ് കിട്ടുന്നത്, ഹെൽത്ത് കെയറിനും അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അല്ലാത്ത ബാക്കി 3 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. ഏതൊക്കെയാണ്? ട്രേഡ് ആണോ? അല്ല. ടീച്ചിങ് ആണോ? അല്ല. പിന്നെ ഏതാ? ഒന്ന് ക്യാരം ആണ്, ക്യാരം ബോർഡ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഒന്ന് ക്യാരം ബോർഡ് കളിക്കുമ്പോൾ അല്ലെ, ക്യാരംസ് ആണ്, പ്ലേയിങ് ക്യാരം ബോർഡാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്.
ഓക്കെ, പിന്നെ മറ്റൊന്ന് പറയുന്നത് പ്ലേയിങ് വോളിബോൾ ആണ്. സ്ക്രീനിൽ എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നല്ലതുപോലെ അറിയുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, എഴുത്ത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്സ്? വോളിബോൾ, ഡ്രോയിങ്, അതേപോലെ പ്ലേയിങ് ക്യാരംസ്. വിച്ച് അമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദി ഫോം ഓഫ് മണി? ക്യാഷ് കിട്ടുന്ന ഏതൊക്കെയാണ്? ടീച്ചിങ്, ഹെൽത്ത് കെയർ, അതേപോലെ ട്രേഡ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു. തൊട്ട് താഴത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ്സ് ആൻഡ് സം ഗെറ്റ് ഗിഫ്റ്റ്സ്. നമ്മുടെ ചില പ്രവർത്തികൾക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് സമ്മാനം കിട്ടുന്നു, ചിലതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നു, അല്ലെങ്കിൽ പണമായിട്ട് കിട്ടുന്നു. നമ്മുടെ ചില പ്രവർത്തികൾക്ക് സമ്മാനം കിട്ടുന്നു, ചില പ്രവർത്തികൾക്ക് പിന്നെ പൈസ കിട്ടുന്നു. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ, ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയല്ലോ, ടീച്ചിങ് അതായത് അധ്യാപനം, കുട്ടികളെ പഠിപ്പിക്കൽ, അതേപോലെ ട്രേഡിങ് കച്ചവടം, ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ആരോഗ്യ പരിപാലനം, അതായത് ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്ന, നഴ്സുമാരൊക്കെ ചെയ്യുന്ന ജോലി. അപ്പോൾ ഇതിനൊക്കെ വ്യക്തികൾക്ക്, അത് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡ്, അവർക്ക് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നുണ്ട്. ഇൻകം is the money received by a person over a period of time as a result of engaging in various economic activities. ഓക്കെ, എന്താണ് ഇൻകം എന്ന് പറയുന്നത്? നമ്മുടെ ഹെഡിങ് അതായിരുന്നല്ലോ. നമ്മുടെ ഹെഡിങ് എന്താ? ഇൻകം എന്നതാണ് നമ്മുടെ ഹെഡിങ്, വരുമാനം. അപ്പോൾ ആ ഇൻകം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ ഒന്നുകൂടെ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുക. എന്താണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്, ഇൻകം is the money received by a person over a period of time as a result of engaging in various economic activities. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് ഇൻകം എന്നതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കൃത്യമായിട്ട് അത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ എന്താണ് ഇൻകം? നമ്മൾ വിവിധ എക്കണോമിക് ആക്ടിവിറ്റീസ്, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഒരു നിശ്ചിത കാലത്തേക്ക്, ഒരു നിശ്ചിത കാലയളവിൽ, ഒരു നിശ്ചിത ടൈം പീരീഡിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. ഒന്നുകൂടി പറയാം, ഇൻകം ഈസ് ദ മണി, അത് പണമാണ്. ഇൻകം എന്ന് വെച്ചാൽ, വരുമാനം എന്ന് വെച്ചാൽ അത് പണമാണ്. റിസീവ്ഡ് ബൈ എ പേഴ്സൺ, ഒരാൾക്ക് കിട്ടുന്ന പണമാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിൽ. ആസ് എ റിസൾട്ട് ഓഫ്, എന്തിനു വേണ്ടിയിട്ട്? ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ഒരാൾക്ക് കിട്ടുന്ന വരുമാനമാണ് എന്ത്? ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇൻകം is the money received by a person over a period of time as a result of engaging in various economic activities. Okay, find out other activities that are rewarded with money. നിങ്ങളോട് പറയാണ് എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് അതർ ആക്ടിവിറ്റീസ്. ഇതേപോലെ റിവാർഡായിട്ട് മണി കിട്ടുന്ന, റിവാർഡായിട്ട് പണം കിട്ടുന്ന, ഈ ടീച്ചിങ്ങും അതേപോലെ ട്രേഡ്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ മൂന്നെണ്ണം അല്ലാതെ നമുക്ക് റിവാർഡായിട്ട് പണം കിട്ടുന്ന മറ്റ് ജോലികൾ, മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അന്വേഷിച്ച് ആലോചിച്ച് നോക്കി വീട്ടുകാരോടൊക്കെ ചോദിച്ച് കണ്ടെത്താം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ജോലികൾ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ആദ്യം മുതൽ നിങ്ങൾ വായിക്കുക. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്നാണ്. അതായത് തൊഴിൽ വൈവിധ്യം, പലതരത്തിലുള്ള ജോലികൾ എന്നർത്ഥം അല്ലേ? തൊഴിൽ വൈവിധ്യം എന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പറഞ്ഞു പോകുന്നില്ല. വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കണം തോന്നുകയാണെങ്കിൽ ആദ്യം മുതൽ വീണ്ടും ക്ലാസ് കേൾക്കാം, മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.